ഇവനെ പോലുള്ള മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം? ഇത് തസ്മീർ MP. ഇയാള് ഓണത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറും മറ്റുമാണ്. തസ്മീർ MP ഫോൺ നമ്പർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് തരണം. ഇവനെ വിളിച്ച് രണ്ട് വർത്താനം പറയാൻ എനിക്കുണ്ട്. എന്തായാലും ആദ്യം എന്താണെന്ന് പറഞ്ഞതെന്ന് കേൾക്കാം, എന്നിട്ട് നിങ്ങൾ നമ്മളോട് എഗ്രി ചെയ്യുന്നതും കൂടെ പറയണം. ആദ്യം ഈ തസ്മീർ MP വീഡിയോ. തസ്മീറെ, നിന്റെ ഫോൺ നമ്പർ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ തസ്മീർ ഓണത്തെക്കുറിച്ച് ഒരു ലിറ്റിരിക്കുകയാണ്. മറ്റേ അവിടുത്തെ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും എല്ലാം ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓണം ആഘോഷിക്കുന്ന എന്റെ മുസ്ലിം സുഹൃത്തുക്കളോടാണ് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം പലർക്കും ഇത് ഇഷ്ടപ്പെടൂല, വർഗീയത പറയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഡാൻസ് കളിച്ചോളി, സെറ്റ് സാരിയോ സെറ്റുമുണ്ടോ ഒക്കെ കൊടുത്തോളി, പൂക്കളും ഒരുക്കിക്കോളി. ഇത്തിരി വയറുള്ള ആളുകളാണെങ്കിൽ മാവേലി ആയിക്കോളി, യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു വിശ്വാസമല്ലേ, ആ വിശ്വാസം വെച്ചിട്ട് ദയവേതിട്ട് നിങ്ങൾ സദ്യ ഉണ്ടാക്കരുത്, അപേക്ഷിക്കുകയാണ്. സദ്യ ഉണ്ടാക്കരുത്, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അത് അവര് തന്നെ ഉണ്ടാക്കണം, അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്. നമുക്ക് നല്ല എന്താണെന്ന് അറിയാം, നമുക്ക് നല്ല കുഴിമന്തിയോ ഫ്രൈഡ് റൈസോ ചിക്കനോ മട്ടനോ നോൺ വെജാ. ഈ സദ്യ അത് അവരെന്നെ ഉണ്ടാക്കണം. അവർ ആ വാഴന്റെ ഇങ്ങനെ വെട്ടി നിരത്തി വെച്ച് അതിന്റെ ഒരു തല മുതൽ അവിയല്, അച്ചടി, പിച്ചടി, സാമ്പാർ, പുളിശ്ശേരി, ആ സാധനങ്ങൾ നിരത്തി അങ്ങോട്ട് വെക്കാം. എന്ത് രസം. നമ്മളിൽ പലർക്കും അതിന്റെ പേര് മുഴുവൻ പറയാൻ തന്നെ. എനിക്ക് ആകെ അവിയല് മാത്രമേ അറിയുള്ളൂ. പിന്നെ അറിയുന്നത് ആ ശർക്കര വരട്ടിയും പുളിഞ്ചി. ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോയാൽ തന്നെ, സദ്യയുള്ള ഏതെങ്കിലും കല്യാണത്തിന് പോയാൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. കാരണം എല്ലാം അവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പറക്കണമെന്ന് ഇപ്പോഴും കണ്ടു. എന്റെ ചില മുസ്ലിം ഫ്രണ്ട്സ് അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, അത് അവരുണ്ടാക്കരുത്. അവരുണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ കഴിക്കാൻ പോവാം. അതല്ല അല്ലേ? അതാണ് നല്ലത്. ഈ തസ്മീറിന്റെ നമ്പർ കിട്ടി അറിയിക്കണം. എനിക്ക് തസ്മീർ എവിടെയാണെന്ന് അറിയില്ല. ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, പെട്ടെന്ന് നമ്പറൊന്നും കിട്ടിയില്ല. തസ്മീറിനെ ഉറപ്പായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു സദ്യക്ക് വിളിക്കും. ഇതേപോലുള്ള മുസ്ലിം സഹോദരങ്ങളെ കണ്ടാൽ അപ്പം തന്നെ നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. എന്താ പറയണേ, നമ്മൾ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കുക. എനിക്ക് ആ തസ്മീറിന്റെ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് നല്ല രസകരമായ, ഇത്തരം ന്യൂജനിലെ ആൾക്കാർ ക്രിയേറ്റീവായ രീതിയിൽ, അതായത് വളരെ പോസിറ്റീവായ രീതിയിൽ പോണം. എനിക്ക് തസ്മീറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്മീറിന്റെ ഇതാണ്. തസ്മീറിന്റെ വോൾ, മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാണ്, കാവലാളാവുക നാം. ഏത് പാർട്ടിക്കാരനാണോ ഒന്നും എനിക്കൊരു പിടിയില്ല. ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം കോൺഗ്രസ്സുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ, ഏത് മുസ്ലിം ലീഗുകാരനാണ്, ആര് വേണമെങ്കിലും ആകാം. എന്നിട്ട് ഈ അടുത്തത് നല്ലൊരു ഇതാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതായത് ഓണം ആഘോഷിക്കുമ്പോൾ, ഓണം അടിസ്ഥാനപരമായി നമ്മൾ മഹാബലി ആഘോഷിക്കുന്നതാണ്, ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നമ്മളിപ്പം ക്രിസ്മസ് ആണെങ്കിലും നബിദിനമാണെങ്കിലും അല്ലെങ്കിൽ വേറെ റംസാൻ ആണെങ്കിലും പരിശുദ്ധ നോമ്പാണെങ്കിലും വേറെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഉത്സവങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് നമ്മൾ പ്രധാനമായിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ആഘോഷിക്കാൻ നമുക്കൊരു ഒരുമയുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ഒന്നും മാറ്റി വെക്കണ്ട, പക്ഷെ പോസിറ്റീവായി തന്നെ. തസ്മീർ അതും അടുത്തത് കാണിക്കുന്നുണ്ട്, അതും വളരെ പ്രസക്തമാണ്. അതായത് ഓണാഘോഷത്തിന് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഇവരെല്ലാം കൂടി ഒരുമിച്ച് ജുമാ പ്രാർത്ഥിക്കുന്നതാണ്. വളരെ സന്തോഷമുള്ളതാണ് കേട്ടോ. തസ്മീർ എനിക്ക് ഇഷ്ടപ്പെട്ടു. തസ്മീറിന്റെ കോണ്ടന്റുകളൊക്കെ ഞാൻ നമ്പറിന് ശ്രമിക്കുന്നുണ്ട്. തസ്മീർ കിട്ടിയാൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തിരിച്ച് തസ്മീറിന് നമ്പർ അയച്ചിട്ട് ഞാൻ വിളിച്ചോളാം. വലിയൊരു ഇന്റഗ്രേഷന്റെ മെസ്സേജാണ്, ഒരുമയുടെ മെസ്സേജാണ്, നമ്മുടെ വിശ്വാസത്തെ ശക്തമായി നിന്നുകൊണ്ടുള്ള മെസ്സേജ്. സത്യം. ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുമ്പോഴും അതിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോഴും നിസ്കാരത്തിന് സമയമാകുമ്പോൾ വെള്ളിയാഴ്ച ജുമയൊക്കെ നിസ്കരിക്കുന്ന കാഴ്ചയാണ്. ഒന്ന് ആലോചിച്ചാൽ മതി. ആ നിസ്കരിക്കുന്ന ആ ചെറുപ്പക്കാരിലധികം 30 വയസ്സിന് താഴെയായിരിക്കും. എത്ര മനോഹരമായ കാഴ്ച. ഇന്ത്യയിൽ മറ്റു ഏത് സംസ്ഥാനത്ത് 140 കോടിയിലധികം വരുന്ന രാജ്യത്തെ ജനങ്ങളിൽ കേരളത്തിലല്ലാതെ മറ്റേത് സംസ്ഥാനത്ത് കാണിച്ചു തരാൻ പറ്റും ഇങ്ങനെ ഒരു കാഴ്ച? നമ്മുടെ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇത്തരം സൗഹാർദ്ദങ്ങളും ഐക്യവും ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്? എന്നിട്ടും എന്തിനാണ് ഇതിനെ നഖശികാന്തം ചില ആളുകൾ എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ്. ആഘോഷവും വിശ്വാസവും ഇത് രണ്ടാണ്. ആചാരവും ആഘോഷവും ഒക്കെ രണ്ടാണ്, ഒന്നല്ല. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ ഓണത്തിന്റെ അന്ന് രാവിലെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് ഹിന്ദു സുഹൃത്തുക്കളൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. ഈ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഓണം ആഘോഷിക്കുന്ന എത്ര മുസ്ലിം സുഹൃത്തുക്കൾ അമ്പലത്തിൽ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? പറ്റൂല. ഈ പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇല്ലേ, അവരാരെങ്കിലും കുളിച്ച് ഫ്രഷായി മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് പോലെ പള്ളിയിൽ പോകാറുണ്ടോ? ഇല്ല.
അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ വിശ്വാസം എന്താണ്, ആചാരം എന്താണ് ഒക്കെ അറിയാം. ഓണം ആഘോഷിച്ചെന്ന് കരുതിയിട്ട് ഒരു മുസ്ലിം അല്ലാതാവുന്നില്ല. അവരാരും അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നില്ല. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. വല്ലാത്ത അതിലെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ തസ്മീരെ. അതുകൊണ്ട് ആലങ്കര ഇവനെ പോലെ എന്ന് വെച്ചേ ഉള്ളൂ. ഇദ്ദേഹത്തെ പോലുള്ള നല്ല മുസ്ലിം അല്ലെങ്കിൽ നല്ല ഹിന്ദു, നല്ല ക്രിസ്ത്യൻ, ബഹുസ്വരതയിലും മതസൗഹാർദ്ദത്തിലും ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തികൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നന്മയും ഭാഗ്യവുമാണ്. അതുകൊണ്ട് തസ്മീരെ, നിന്റെ നമ്പർ ഞാൻ നോക്കുന്നുണ്ട്. നിന്റെ നമ്പറിൽ കിട്ടിയ ഉടനെ ഞാൻ വിളിക്കുന്നതായിരിക്കും. തസ്മീറിന്റെ കുടുംബത്തിനും നന്മയുണ്ടാകട്ടെ. അടുത്ത് എപ്പോഴെങ്കിലും നാട്ടിൽ വരികയാണെങ്കിൽ തസ്മീർ കുടുംബത്തോടൊപ്പം എൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരിക. നല്ല രീതിയിൽ ചിലപ്പോൾ വെളിയിൽ നിന്ന് മേടിക്കും, ചിലപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒക്കുമെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കും. പക്ഷേ ഇതിന്റെ ഓരോന്നിന്റെയും പേരും കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഓണസദ്യ ഉണ്ടാകും. ഗോഡ് ബ്ലെസ്. ജയ് ഹിന്ദ്.